കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഏതായാലും ഞാനും മാജി ആ പറഞ്ഞനുസരിച്ചുകൊണ്ട് ക്യാമ്പസിന് പുറത്തേക്ക് പോയി. അവിടെ ആബിക്ക കാറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയി കാറിൽ കയറി. അത് മനസ്സിലാക്കി മൂപ്പര് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആബിക്ക ഒന്നും തന്നെ ഞങ്ങളോട് മിണ്ടിയോ പറഞ്ഞോ ഇല്ല. പകരം ഫ്രണ്ട് മിററിൽ കൂടി എന്നെ വല്ലാതെ തുറച്ചു നോക്കുന്നുണ്ട്. ഡി അഹാന, ഈ കാക്ക് എന്തോ കാര്യം പറ്റിയിട്ടുണ്ട്. കമ്പനിയിൽ വല്ല പ്രശ്നം കാണും, അതെങ്ങനെ ചൂടായിട്ടിരിക്കുന്നത്. അവൾ എന്നോട് പിറുപിറുത്തു. പക്ഷേ കമ്പനിയിലെ പ്രശ്നത്തിനെന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്ന ചിന്തയിലായിരുന്നു ഞാൻ. വീടെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. ആഹാ, ഇത്ര പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല മമ്മ, അതെന്തോ ഒരു തലവേദന, അതുകൊണ്ട് ആബിക്ക തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. മമ്മയോടൊരു കള്ളവും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. ആബിദ് ഇതേ സമയം അവൻ്റെ റൂമിൽ നിന്നും ലാപ്പിൽ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. എന്തോ ഓർത്തുകൊണ്ട് അവൻ ആ ലാപ്പ് പെട്ടെന്ന് തന്നെ അടച്ച് അവിടുന്ന് എഴുന്നേറ്റു. കണ്ണുകൾ അടച്ചു പിടിച്ച് മുമ്പ് കോളേജിൽ വെച്ച് കണ്ട കാര്യം മനസ്സിൽ ഓർത്തെടുത്തു. അവൾ എവിടെയും കാണാഞ്ഞിട്ടാണ് ഞാൻ ഓഡിറ്റോറിയം മുഴുവൻ കണ്ണുകൾ ഓടിച്ചത്. പെട്ടെന്നാണ് പുറത്തു നിന്നും അവൾ വരുന്നതും ഓഡിറ്റോറിയത്തിൽ കയറാൻ പോകുമ്പോൾ അന്ന് കണ്ട അവൻ തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും കണ്ടത്. അത് കണ്ട എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു നിമിഷം എൻ്റെ കൺട്രോൾ പോയിരുന്നെങ്കിൽ അവിടെ ഒരു ശവം വീഴുമായിരുന്നു. സ്റ്റേജിൽ നിന്നിറങ്ങി അവനെ തല്ലാനായി എഴുന്നേറ്റതാ. പക്ഷേ ആ കറക്റ്റ് സമയത്ത് തന്നെ അവളുടെ കയ്യിലെ പിടിവിട്ട് അവൾ ഉള്ളിലേക്ക് ഓടിക്കയറിയിരുന്നു. നീ ആരായാലും നിന്നെ ഈ ആബിദ് വെറുതെ വിടുമെന്ന് കരുതണ്ട, തന്തക്ക് പിറക്കാത്തവനായി. ഇനി അവളുടെ കയ്യിൽ ഇത്ര ധൈര്യത്തിൽ കയറി പിടിക്കാൻ നിന്റെ ആ കൈകൾ ഉയരാൻ പാടില്ല. അവളെ നോവിക്കുമ്പോ നോവുന്നതാ ഇവിടെയാ. അവനത് പറഞ്ഞ് കൈകൾ നെഞ്ചിൽ ചേർത്ത് വെച്ചു. മനസ്സിലെന്തോ കണക്കൂട്ടി അവൻ കീയെടുത്ത് പുറത്തേക്ക് പോയി. പിറ്റേന്ന് അവർ രണ്ടുപേരും കോളേജിൽ പോകാനൊരുങ്ങി. അപ്പോഴാണ് മാജി വന്ന് പറഞ്ഞത്, ബസ്സിന് പോവണ്ട, ആബിക്ക പോകുന്ന വഴി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നു. മൂപ്പര് കൂടെ ഞങ്ങൾ കോളേജിലെത്തി. അതുവരെ ഇക്കൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആബിക്ക മാജിയെ വിളിച്ചു. ക്ലാസ് കഴിഞ്ഞ് എവിടെ നിന്നോ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പിക്ക് ചെയ്തോളാം. അവൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. ഇതെന്താടി, നിന്റെ ഇക്ക ഇതൊരു സ്ഥിരം പരിപാടി ആക്കിയോ? നമ്മളെ ഡ്രോപ്പ് ചെയ്യലും പിക്ക് ചെയ്യലും. ഇക്കാൻ്റെ പുതിയ സൈറ്റ് ഇതുവഴിയല്ലേ പോവേണ്ടത്. ചിലപ്പോൾ അതായിരിക്കും. ഏതായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി. ഞങ്ങൾ മൂന്നുപേരും ക്യാൻറ്റീനിൽ പോയി. ഇന്ന് ഏതായാലും ഫുഡ് ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന് തലേന്ന് തന്നെ പറഞ്ഞിരുന്നു. സോ ഞങ്ങൾ ലഞ്ച് എടുത്തില്ല. ക്യാൻറ്റീനിൽ പോകാൻ നേരമാണ് അവിടെ ഫയാസിനെയും കൂട്ടിയും കണ്ടത്. അവനെ കണ്ടതും എനിക്ക് ചിരി അടക്കാനായില്ല. എന്താ സംഭവം എന്നല്ലേ? വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. തലയിൽ ചെറിയൊരു കെട്ടും. പിന്നെ മുഖത്ത് അവിടെയോടെയായി ചില്ലറ പാടുകളുണ്ട്. കണ്ടിട്ട് എവിടെയോ പോയി വീണ ലക്ഷണമുണ്ട്. എന്തായാലും നന്നായി, അവൻ ഇത് തന്നെ വേണം, തെണ്ടി. അവൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് ഞങ്ങളുടെ പിറകിൽ നിന്നും ഒരു കൂട്ടം പെമ്പിള്ളേർ പറയുന്നത് കേട്ടു. എനിക്കാണ് ഈ ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഫാസി എൻ്റെ കയ്യിൽ പിടിച്ച് മിണ്ടാതിരിക്കുന്നു പറഞ്ഞത്. നോക്കുമ്പോൾ ദേഷ്യം മൂത്തുകൊണ്ട് അവൻ എൻ്റെ നേർക്ക് വരുന്നു. എങ്ങനെയോ ഞാൻ ചിരി അടക്കി വെച്ചു. അവൻ എൻ്റെ നേർക്കായി വന്നു നിന്നു, കൂടെ അവൻ്റെ വാലുകളും. ഡി, നീ ആർക്ക് കൊട്ടേഷൻ കൊടുത്താടി എന്നെ ഈ നിലയിലാക്കാൻ? അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കൊട്ടേഷനോ? നീ എന്താടി കരുതിയത്? എന്നെ അങ്ങ് ഒലത്തിക്കളയാന്നോ? നിന്നെ തൊട്ട അത്രക്ക് നോവുന്ന ആരാടി ഉള്ളത്? അവനെ എൻ്റെ കൈ കിട്ടും, നോക്കിക്കോ, തീർത്ത് കളയും ഞാൻ. ആരായാലും അവനോട് പോയി പറഞ്ഞേക്ക്, ഈ ഫയാസ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ലെന്ന്. നിന്റെ കയ്യിൽ കയറി പിടിച്ചതിനാ അവൻ എനിക്കിട്ട് പണിഞ്ഞത്. എന്നാ നമുക്ക് കാണാം ഇനി ഈ ഫയാസ് എന്തൊക്കെ ചെയ്യുമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ അവനോട് നേർക്ക് നേർക്ക് വന്ന് മുട്ടാൻ പറയടി, അല്ലാതെ ഇരുട്ടത്ത് വന്ന് പണിയൊന്ന് പോകുന്ന ആണത്തല്ല. ഏതായാലും മോളൊന്ന് കരുതിയിരുന്നോ, ഇനി എനിക്ക് റെസ്റ്റില്ല. ഞാൻ നിന്നെയും കൊണ്ടേ പോവും. എടി പൊന്ന, അത് നിന്നോടുള്ള സ്നേഹം മൂത്തിനാണെന്ന് കരുതണ്ട നീ. ഇപ്പൊ ഈ കിട്ടിയതിന് പരീക്ഷ സഹിതം തിരിച്ചു തരണം എനിക്ക്. മോള് ചെവിന്ന് വിളിക്കോ. അവൻ അതും പറഞ്ഞ് അവിടുന്ന് പോയി. ഞാനാകെ ഇതൊക്കെ കേട്ട് കിളിപോയി നിൽപ്പാണ്. എന്താ ഇപ്പൊ സംഭവിച്ചേ? അതിനിടയ്ക്ക് ഫാസി മാജിയും എന്നെ തോണ്ടി. ഡി അഹാന, നീ ഇനി ശരിക്കും അവന് പണിയാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തോ? ഒന്ന് പോടി, എനിക്ക് വേറെ പണിയില്ലേ. എന്നാലും ഇതാരപ്പാ എൻ്റെ പേര് പറഞ്ഞ് അവനെ തല്ലാൻ? എന്തായാലും അവന് നല്ല 8ന്റെ പണി കൊടുത്തല്ലോ. ആരായാലും എൻ്റെ വക അയാൾക്കൊരു ബിഗ് സല്യൂട്ട്. എന്നാലും ആരായിരിക്കും അത് ചെയ്തത്? എൻ്റെ മനസ്സേറെ പല ചോദ്യങ്ങൾ കടന്നു വന്നു. അഹന, ഇനി നീ സൂക്ഷിക്കണം. അവനെ അറിയാലോ, അവൻ ഇതൊക്കെ കൊണ്ട് വെറുതെ ഇരിക്കുന്നു കരുതണ്ട. എന്തായാലും ആബിക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്തിരുന്നതുകൊണ്ട് ഒരു കണക്കിന് ഭാഗ്യമാണ്. പിന്നെ ഈ ക്യാമ്പസിനുള്ളിലേ കയറേണ്ടുള്ളൂ. അവൻ ഏതായാലും ഇവിടെ വെച്ചൊന്നും ചെയ്യില്ല. മാജി ആബിക്കയുടെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം മുളവൊട്ടി. ഇന്നലത്തെ ഇക്കയുടെ ഭാവമാറ്റം. ഇന്ന് ഞങ്ങൾ കോളേജിൽ ഇറക്കുന്നു, പിക്ക് ചെയ്യാൻ വരുമെന്ന് പറയുന്നു. എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഇനി ആബിക്കയാണോ അവന് പണി കൊടുത്ത്? പക്ഷെ എന്തിന്? ഏയ്, ഇക്ക ആയിരിക്കില്ല. ഇക്ക എന്തിനാ എനിക്ക് വേണ്ടി? എന്നാലും ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് മാജി ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്. പിന്നെ എല്ലാ ചിന്തകളും നിർത്തിവെച്ച് നേരെ ക്യാൻറ്റീനിൽ കയറി നല്ലോണം പുട്ടടിച്ചു.
ആ തെണ്ടിക്ക് പണി കിട്ടിയ സന്തോഷം കൊണ്ട് എല്ലാം വാരിവലിച്ച് തിന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവിടെ ആബിക ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായി ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്തൊരു ഫീല്. ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനൊക്കെ മനസ്സ് പറയുന്നു. പക്ഷേ സ്വയമെല്ലാം അടക്കി വെച്ച് ഇച്ചിരി ഗൗരവത്തോടു കൂടി ഞാനും ആജിയുടെ കൂടെ പിറകിലെ സീറ്റിൽ കയറിയിരുന്നു. ഇടയ്ക്ക് ഞാൻ മിററിലൂടെ ആബിക്കൊന്ന് ഒളിഞ്ഞു നോക്കി. കറക്റ്റ് സമയത്ത് ഇക്കയുടെ കണ്ണുകൾ എൻ്റെ നേർക്ക് പതിഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഒരു സൈഡിലേക്ക് വലിച്ചു. അഹാനയുടെ ഈ പ്രവൃത്തിയിൽ ആബിദിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. എന്തോ എനിക്ക് ആബിക്കയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വരുന്നുണ്ടോന്നൊരു സംശയം. അല്ല, അതെനിക്ക് തോന്നുന്നതാണോ? ഒരുപക്ഷെ ആബിക്കാണത് ചെയ്തെങ്കിൽ എനിക്ക് വയ്യ. മൂപ്പർക്ക് എന്നെ പറ്റി ഇത്ര വിചാരക്കണമെന്ന് കരുതി ഞാൻ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. പക്ഷേ അതിന് ചാൻസ് ഇല്ല. മൂപ്പരൊന്നും ആയിരിക്കില്ല അത്. അവൾ ഓരോന്ന് ആലോചിച്ച് വീടെത്തിയത് പോലും അറിഞ്ഞില്ല. അന്ന് അഹാനക്ക് പതിവിൽ നല്ല സന്തോഷമായിരുന്നു. അടുക്കളയിൽ ഉമ്മയെ സഹായിക്കാനൊക്കെ പോയി. അല്ല, ഇന്നിതിപ്പോൾ എന്താ ഇവൾക്ക് പറ്റിയേ അടുക്കളയിലൊക്കെ? മമ്മ സഫിയോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ ഇടക്കേറി പറഞ്ഞു. എന്താ, എനിക്കിവിടെ നിന്ന് കയറാൻ പറ്റത്തില്ലേ? കയറിയാലും കുഴപ്പം, കയറിയില്ലെങ്കിലും കുഴപ്പം. ഹോ, ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ദേഷ്യം ഫിറ്റ് ചെയ്ത് പറഞ്ഞു. അവൾക്ക് വട്ടമമ്മ, ഓരോ സമയത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് പോലും ഊഹിക്കാൻ പറ്റത്തില്ല. സഫ ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാ. ആർക്കടി വട്ട് എന്നും ചോദിച്ച് ഞാൻ അവളുടെ കഴുത്തിന് പിടിക്കാൻ പോയി. അവൾ ഉമ്മായെന്ന് വിളിച്ച് ഓടിപ്പോയി. ഈ പിള്ളേരുടെ കാര്യം, കല്യാണം കഴിക്കേണ്ട പ്രായമായി, ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. മമ്മ അതും പറഞ്ഞ് പണികളിൽ മുഴുകി. പിറ്റേന്ന് ഞങ്ങൾക്ക് കോളേജിൽ ലീവായിരുന്നു. രാവിലെ തന്നെ മാജി ഞങ്ങളുടെ വീട്ടിൽ വന്നു. വേറൊന്നുമല്ല, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പാസ്തയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതാ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. കുറച്ച് സമയം ഞങ്ങൾ കത്തിയടിച്ച് കഴിഞ്ഞു. അപ്പോഴേക്ക് മാജിയുടെ ഉമ്മയുടെ വിളി വന്നു. ഉച്ചക്ക് അവിടെ ബിരിയാണി വെക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരോടും അങ്ങോട്ട് പോകാൻ. പിന്നെ ഞങ്ങളെല്ലാവരും ഗോൾഡൻ മെൻഷനിലെത്തി. എൻ്റെ കണ്ണുകൾ നിരന്തരം ആബികയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. മൂപ്പര് അവിടെ നിന്ന് ഉമ്മിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാളിലിരിക്കുമ്പോഴാണ് ആബിക വന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരവ്. ഇങ്ങർക്ക് എപ്പോഴും ഇത് തന്നെയാ പണി. വെറുതെ അല്ല കല്യാണം കഴിക്കുമെന്ന് വാശി പിടിക്കുന്നത്. ഓൾറെഡി ഫോണുമായിട്ട് എൻഗേജ്ഡ് ആണല്ലോ. ഞാൻ പറഞ്ഞത് ആബിക കേട്ടെന്ന് തോന്നുന്നു. ഫോണിലാണെങ്കിലും എന്നെ ഒന്ന് തുറിച്ചു നോക്കി. ഞാനൊന്നും പറയാത്ത മട്ടിൽ എല്ലാവരോടും സംസാരിച്ചിരുന്നു. കറക്റ്റ് സമയത്താണ് മമ്മ ഉമ്മിയോട് ഇന്നലത്തെ കാര്യം പറഞ്ഞത്. ആസി, നീ അറിയോ, ഇന്നലെ ഒരുത്തി ആദ്യമായിട്ട് അടുക്കൽ കയറി എന്നെ സഹായിക്കാൻ. മൂപ്പർക്ക് എന്തോ കാര്യം കിട്ടിയിട്ടുണ്ട്. നിലത്തൊന്നല്ല നിൽപ്പ്. ശരിയാണോ അഹാന? ഞാൻ ഇന്ന് നിന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്തോ പതിവില്ലാത്തൊരു സന്തോഷമൊക്കെ മുഖത്ത്. എന്തേലും ലോട്ടറി അടിച്ചോ? ഇതൊക്കെ കേട്ട് ആബിക എന്നെ തന്നെ നോക്കി നിൽപ്പാണ്. അത് കണ്ട് ഞാൻ മൂപ്പന്റെ മുഖത്ത് വല്ല ഭാവമാറ്റം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. ആ ഉമ്മി, ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. നിങ്ങൾക്കറിയോ, എന്നെ കോളേജിൽ ഒരുത്തൻ കുറച്ച് കാലമായിട്ട് ശല്യപ്പെടുത്തുന്നു. അവന്റെ കൈയും കാലം ഒടിഞ്ഞിട്ടാൽ ഞാൻ കുറെ പ്രാർത്ഥിച്ചതാ. പടച്ചോനത് കേൾക്കാൻ ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല. ഇന്നലെ ആരോ അവനെ നന്നായിട്ട് പെരുമാറി കൈയൊക്കെ ഒടിച്ചിട്ടു. അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇടം കണ്ടിട്ട് ആബിക്കയെ നോക്കി. പക്ഷേ മൂപ്പര് മുഖത്ത് വലിയ ഭാവമാറ്റൊന്നും ഉണ്ടായില്ല. അതെനിക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഉമ്മി, അത് ചെയ്ത് എന്നോട് ഇഷ്ടമുള്ള ആരാണെന്ന് തോന്നുന്നത്. എന്തായാലും ആള് കിട്ടിയ ഞാൻ ഉറപ്പായും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അത് കേട്ടപ്പോൾ ആബിദ് ഒന്ന് ഞെട്ടി അവൾ നോക്കി. അവൾ തിരിച്ച് അവനെയും. ബാക്കി എല്ലാവരും അന്തം വിട്ട് അവൾ തന്നെ നോക്കി നിൽപ്പാണ്. കൊണ്ടു അവൾ മനസ്സിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണോ ഈ വീട്ടിൽ ആരോടും പറയാണ്ടിരുന്നത്? അതിന് മാത്രം ഒന്നുമില്ല ഉമ്മി. പിന്നെ ഞാനൊരിക്കൽ പറഞ്ഞിരുന്നില്ലേ അവനെ പറ്റി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവന് കിട്ടേണ്ടത് കൊടുക്കേണ്ട ആൾ കൊടുത്തു, അത് മതി. ഓരോ വാക്കിൽ എൻ്റെ നോട്ടം ആബിക്കയിലാണ്. അഥവാ മൂപ്പരാണത് ചെയ്തതെങ്കിൽ വല്ല ഭാവമാറ്റം ഉണ്ടാവുമല്ലോ. എവിടെയോ എന്തൊക്കെയോ മണക്കുന്നുണ്ട്, പക്ഷെ ഉറപ്പിക്കാനായില്ല. ഈക്കെന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി മുകളിലേക്ക് പോയി. ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ മോൾ ഇവിടെ വന്ന് പറയണം കേട്ടോ. അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. പപ്പയായിരുന്നത്. അതൊന്നും കാര്യക്കണ്ട പപ്പ, ഇതൊക്കെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെ അവൻ നല്ല പണി കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി, അത്രയേ ഉള്ളൂ. അവളുടെ മനസ്സിൽ പൊട്ടിയ ആ സംശയത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അത് ആബിക്ക് തന്നെ ആവണമെന്ന് എന്തെന്നില്ലാതെ മനസ്സ് പറയുന്നു. പിന്നീട് അങ്ങോട്ട് ആബിദ് അവൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ ലോഞ്ചിങ് എടുത്തുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അഹാനക്ക് 4th സെം എക്സാം ആവാനായതുകൊണ്ട് അവൾ മുഴുവൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈനൽ ഇയേഴ്സിന് ഇപ്പോൾ അധികം ക്ലാസ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് അഹാനയ്ക്ക് എത്രയോ ആശ്വാസമായിരുന്നു, ഫയാസിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട്. ആബിദ് എന്ത് തിരക്കിലായിരുന്നാലും ഇപ്പോഴും അഹാനയും മാജിയും കോളേജിൽ ഡ്രോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ പോകുന്ന വഴി ഒന്നും അവൻ സംസാരിക്കാറില്ല. എപ്പോഴും എയർപോർട്ടും വെച്ച് ഫോണിലായിരിക്കും. അതിനിടയ്ക്ക് ആബിദിന് സെമീറിൻ്റെ ഒരു കോൾ വന്നു. ഹലോ ആബി, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞോ? ആ, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു സെമീർ. ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് കമ്പനി ചാലോ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. മെഹന്ത ഗ്രൂപ്പായിട്ടുള്ള ഡീലിൽ സൈൻ ചെയ്യണം. അവർ കുറേ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇവിടെയുള്ള തിരക്കൊക്കെ ഒന്ന് കഴിയണ്ടേ? ഡാ, അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ച്. ആ ഫൈസിൽ വന്നിരുന്നു ഇവിടെ.
മേത്ത ഗ്രൂപ്പായിട്ട് അവൻ്റെ കമ്പനിയല്ലായിരുന്നു ആദ്യം ഡീല് ഫിക്സ് ചെയ്ത്. അതിൽ അവൻ്റെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഡീലായിരുന്നു. പക്ഷേ അവർക്ക് നമ്മുടെ കമ്പനിയുടെ ലീഡിങ് കണ്ടപ്പോൾ നമ്മളുമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിരുന്നു താല്പര്യം. ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് അവരായിട്ടുള്ള ഡീലിൽ നീ ഒപ്പിട്ടാ പിന്നെ ഫൈസലിൻ്റെ കമ്പനിക്ക് നല്ല ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അവനിവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. നീ ആ ഡീലിൽ സൈൻ ചെയ്തെന്ന് പറഞ്ഞു. നീ മേത്ത ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്താൽ അവർ പിന്നെ വി ഡി ഗ്രൂപ്പായിട്ട് തന്നെ പ്രൊജക്റ്റ് കൊണ്ടുപോകും. സോ വേണ്ട സമീർ, ബാക്കി പറയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. ഇതിൽ സൈൻ ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. അത് അവനൊരിക്കലും സഹിക്കില്ല. ബട്ട് എനിക്ക് ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് മന്ത് ഞാൻ അവിടെ വരും. അപ്പോഴേക്കും നീ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി വെക്കുക. ഓക്കെ? സമീർ ഫോൺ കട്ട് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. മാജിക്കന്ന് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് അഹാന ഒറ്റയ്ക്കാണ് കോളേജിൽ പോകേണ്ടി വന്നത്. രാവിലെ അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് പനിച്ച് പൊതിച്ച് മൂടിക്കിടക്കുന്ന അവളെ കണ്ടത്. പുറത്തിറങ്ങിയപ്പോൾ ആബിദ് കാറെടുത്ത് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. കൂടെ മാജി ഇല്ലാത്ത കാരണം അവൾക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു. കാറിൽ കയറാൻ നിന്ന് പരിങ്ങുന്ന കണ്ട് അവൻ അവളെ വിളിച്ചു. എന്ത് പുണ്ണാക്ക് നോക്കിയിരിക്കുക, വന്ന് കയറ്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് കയറാൻ നോക്കി. ഹലോ, എങ്ങോട്ടാ? ഞാൻ നിന്റെ ഡ്രൈവറൊന്നല്ല, വന്ന് മുമ്പിൽ കയറിയിരിക്കടി. അവളൊന്ന് അവരെ നോക്കി. ഇത്രയും കാലം ഇവിടെ തന്നെ ഇരുന്നു, പിന്നെ ഇന്നെന്താ ഒരു സ്പെഷ്യൽ? അവൾ മനസ്സിൽ കരുതി. ഇത്രയും കാലം എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെ കേട്ടു. നിന്നോടല്ലേ വന്ന് കയറാൻ പറഞ്ഞ്, എനിക്ക് സമയമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രണ്ട് ഡോർ തുറന്ന് അവിടെ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടാൻ പ്രത്യേകം പറയണോ? അവൾ പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു. അവനെ നോക്കി. ആബിദ് കാർ സ്റ്റാർട്ട് ചെയ്തു. കലിപ്പ് കണ്ടുപിടിച്ച് ഇങ്ങനെന്നാ തോന്നുന്നു. കലിപ്പൻ. എന്തെങ്കിലും പറഞ്ഞോ ഭവതി? ഏയ് ഇല്ലല്ലോ. അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നത്തെയും പോലെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. പക്ഷേ ആബിദ് ഇടയ്ക്ക് ഒളികണ്ണിട്ട് അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഏതോ വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിപ്പാണ്. കോളേജ് എത്തി. അവൾ ഇറങ്ങാൻ നേരം ആബിദിന്റെ നേരെ തിരിഞ്ഞു. ആബിക, ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ എനിക്കൊരു സെമിനാറുണ്ട്, ലേറ്റ് ആവും. സോ ആബിക എന്നെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. അവൻ അവളെ നോക്ക് മാത്രം ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പോയി. ഹോ, ഒന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ എന്താ മരക്കോന്തൻ, ചീത്ത പറയാൻ വായ തുറക്കൂ. അവൾ അതും പറഞ്ഞ് തിരിഞ്ഞിറന്നു. ഇതൊക്കെ ആബിദ് തന്റെ മിറൽ കൂടി കാണുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് അപ്പോൾ ചെറുതായിട്ടൊരു പുഞ്ചിരി വന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. സെമിനാർ കഴിയുമ്പോഴേക്കും ഒരു 5:45 അവൾ പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി പോയി. എന്നാലോ മരക്കോന്തൻ എന്നെ കാത്തു നിന്നില്ലല്ലോ. എന്തിലും ആവട്ടെ, സമയം ഒരുപാടായി, പെട്ടെന്ന് വീട്ടിലെത്തണം. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടേക്ക് മുഴുവൻ ശൂന്യമായിരുന്നു. അടുത്തെങ്ങും ആരും തന്നെ ഇല്ല. അത് അവളിൽ ഒരു ചെറിയ ഭയമുണ്ടാക്കി. എന്നാലും ഉള്ള ധൈര്യം കൈവിടാതെ ബസ് വരുന്ന കാത്ത് അവളവിടെ നിന്നു. പെട്ടെന്ന് 2-3 പേര് അവളുടെ നേർക്കായി വരുന്നവൾ ശ്രദ്ധിച്ചു. അടുത്തു വന്ന ആളെ കണ്ട് ഉള്ളിലെവിടെയോ ഒരു പാളിച്ചുണ്ടായി. ഫയാസും കൂട്ടിനും അവളുടെ അടുത്ത് വന്ന് നിന്നു. പക്ഷേ അവൾ അവരെ കണ്ട ഭാഗം നടിക്കാതെ ബസ് വരുന്ന വഴി കണ്ണും നട്ട് നിൽപ്പ് തുടർന്നു. നെഞ്ചിരിപ്പ് വളരെ വേഗത്തിൽ ചലിക്കുന്നത് അവൾക്ക് മനസ്സിലായി. ഭയം കൊണ്ട് അവൾ തന്റെ ബാഗ് മുറുകെ പിടിച്ചു. ബസ് ഒന്ന് വന്നിരുന്നെങ്കിൽ. ഡേ, എന്താ മോളിൽ നിന്ന് ഒറ്റക്കാണോ? അല്ല, സമയം ഒരുപാടായല്ലോ, എന്തായിരുന്നു പരിപാടി? അവരൊരാക്കി ചോദ്യം ചോദിച്ചു. പക്ഷേ അവൾ അവന് മുഖം കൊടുത്തില്ല, മൈൻഡ് ചെയ്യാൻ നിന്നു. ഡീ പന്ന മോളെ, ചോദിച്ചു കേട്ടില്ലേ? എന്താടി, എന്നെ കാണുമ്പോൾ മാത്രമാണല്ലോ നിന്നെ നാക്കിറങ്ങി പോകുന്നത്. ഇങ്ങോട്ട് നോക്കടി പുന്നാര മോളെ. ഹലോ, ഈ ചീത്ത വിളിക്കാൻ അങ്ങ് സ്വന്തം വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട. പിന്നെ തന്നോട് സംസാരിക്കുന്ന പോയിട്ട് തന്നെ തിരുമോത്ത് കാണുന്ന പോലും എനിക്ക് വെറുപ്പാ. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കാതെ പോകാൻ നോക്ക് ഫയാസ്. അവൾ അവന് നേരെ കടുപ്പിച്ച് തന്നെ സംസാരിച്ചു. വായ പൂട്ടടി, നീ എന്താ വിചാരിച്ച് നിന്നോടുള്ള സ്നേഹമൂത്ത് നിന്നെ കാണാൻ വന്നാണെന്നോ? ഓർമ്മയില്ലേ നിനക്കിത്? അവനവൻ്റെ വലത് കൈ പൊക്കി കാണിച്ചു. നിന്റെ കൈയൊന്ന് പിടിച്ചതിനാ ഏതൊരുത്തം വന്ന് എനിക്ക് പണിയൊന്ന്. നിന്നെ ഒന്ന് ഒറ്റ കിട്ടാൻ കാത്തിരിക്കുന്നത് ഞാൻ. എന്തായാലും ഇന്നത് ഒത്തു. അവൻ ഒരുമാതിരി നോട്ടം നോക്കി താടി തടവിക്കൊണ്ട് അവളുടെ നേരെ നടന്നു നീങ്ങി. അത് കണ്ട് അവൾക്ക് ആകെ ഭയമായി. എൻ്റെ പേരിലുള്ളൊരു മഹർ, അത് ഞാൻ ഈ കഴുത്തിൽ ചാർത്തിയിരിക്കും. ഇതെൻ്റെ വാശിയാണ്. ഡോ, അതിന് താ മാത്രം വിചാരിച്ചാൽ മതിയോ? അതിന് ഞാൻ സമ്മതിക്കുന്നതിലും ഭേദം ഈ കഴുത്തങ്ങറുത്ത് കളയുന്നതാണ്. നീ സമ്മതിക്കും. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. അതിന് തന്നെയാ ഞാൻ കാത്തിരുന്നത്. എനിക്ക് കാണണം. നിന്റെ മറ്റവനുണ്ടല്ലോ, അവന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടി പുള്ളേ. അവൻ അവളുടെ അടുത്തിന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പേടിച്ച് വരക്കാൻ തുടങ്ങി. ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഒരു പൂച്ചക്കുട്ടി പോലും അറിയില്ലെന്നോർത്ത് അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.